പെന്തക്കോസ്ത് ഒരു വലിയ ഉത്സവ നാളാണ്, ഒരു പണ്ടിക നാൾ. അപ്പോൾ ആ പണ്ടികയ്ക്ക്, ആ ഉത്സവത്തിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതാ യെരുശലേമിൽ വന്നു കൂടിയിരിക്കുകയാണ്. ലോകമെമ്പാടും ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാർ ഈ പെരുന്നാളിന് യെരുശലേമിൽ വന്ന് പാർക്കുമ്പോഴാണ്, ഈ പെരുന്നാളിന് വന്ന് പണ്ടികയ്ക്ക് വന്ന് പാർക്കുമ്പോഴാണ് 50-ാം നാൾ അവരോട് ചേരാതെ ഒരു കൂട്ടം ജനം പ്രാർത്ഥനാ മുറിയിലിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവ് അന്ന് ഇറങ്ങി വന്നു. അത് എവിടെയാണ് ഇറങ്ങി വന്നത്? സ്തോത്രം. പണ്ടിക നടന്നുകൊണ്ടിരുന്ന പറമ്പിലല്ല, പിന്നെ പ്രാർത്ഥനാ മുറിയിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആമേൻ. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ സ്തോത്രം ഉത്സവത്തിന് പോകാൻ പാടില്ല. അവർക്ക് ഉത്സവപ്പറമ്പിൽ ഒരു സ്ഥാനവുമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വരുന്നതിന് മുമ്പ് പെരുന്നാളുകൾക്ക് പോകുമായിരുന്നു, ഉത്സവങ്ങൾക്ക് പോകുമായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനോട് കർശനമായി വചനം പറയുന്നു, നിങ്ങൾക്ക് ഉത്സവത്തിന് പോകാൻ പാടില്ല, പെരുന്നാളുകൾക്ക് പോകാൻ പാടില്ല, അവിടെ ഉള്ള പൈശാചിക കാര്യങ്ങളിൽ നാം അകപ്പെടാൻ പാടില്ല. ആമേൻ. എന്നാൽ സ്തോത്രം, നാം ദൈവസന്നിധിയിൽ നമുക്കൊരു സ്ഥലമുണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന പ്രാർത്ഥനാമുറി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന പ്രാർത്ഥനാമുറി. അവരങ്ങനെ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 10-ാമത്തെ ദിവസം അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അന്നാണ് ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിതമായത്.